മിഴിയോ നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ ഇന്ന് സംസാരിക്കുന്ന തണുപ്പ് കാലത്തെ രോഗങ്ങളും അതിനുള്ള പരമ്പരാഗത ചികിത്സാ രീതികളുമാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് ഓരോ ആയുർവേദിക് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ദിനേശ് കർത്തയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് തണുപ്പ് കാലത്തുണ്ടാകുന്ന രോഗങ്ങളും അതിനുള്ള പരമ്പരാഗത ചികിത്സാ രീതികളുമാണ്. ശരിക്കും ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് പല രോഗങ്ങളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ഒരു സമയത്ത് ഇങ്ങനെ രോഗങ്ങൾ വരുന്നത്? ഇത് തണുപ്പ് കാലം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ പൊതുവെ ആരോഗ്യത്തിന് ഒരു ഇടിവ് വരുന്ന, പ്രത്യേകിച്ച് നമ്മളുടെ രോഗപ്രതിരോധ ശേഷിക്കും എല്ലാം തന്നെ ഒരു ഇടിവ് വരുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് തന്നെ അറിയാം, നാട്ടിലെല്ലാമാണെങ്കിൽ കർക്കിടകത്തിലാണ് അല്ലെ, കർക്കിടകത്തിലാണ് ആയുർവേദ ചികിത്സയെല്ലാം വളരെ പ്രാമുഖ്യത്തോടു കൂടി ചെയ്യുന്നത്. ഇതിന് തന്നെ കാരണം പറയുന്നത് ഈ സൂര്യപ്രകാശം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ രോഗാണുക്കൾക്കും അതേപോലെ തന്നെ രോഗാവസ്ഥകൾക്കും വർധന ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. അത് ആയുർവേദം എന്ന് മാത്രമല്ല, പ്രകൃതി ചികിത്സയാണെങ്കിലും ഇനി ബാക്കിയുള്ള പരമ്പരാഗത ചികിത്സകളെല്ലാം തന്നെ ഈ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ സാധാരണമായിട്ട് നമുക്കറിയാം, ഈ തണുപ്പ് കാലത്ത് ധാരാളം മാറ്റങ്ങൾ നമ്മളുടെ ശരീരത്തിന് ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളുടെ ബ്ലഡ് വെസൽസ്, രക്തധമനികൾ ഇത് ചുരുങ്ങുന്നുണ്ട് തണുപ്പ് കാലത്ത്. കാരണം നമുക്കറിയാം, തണുപ്പടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒന്ന് രക്തയോട്ടവും ഇതുമെല്ലാം ഒന്ന് കുറച്ചുകൂടി ഒന്ന് സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ, അതുകൊണ്ട് തന്നെ സാധാരണ ബ്ലഡ് പ്രഷർ എല്ലാം തണുപ്പ് കാലത്ത് അല്പം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ ഹൃദ്രോഗ നിരക്ക് ഇത് ഈ ഒരു വിന്റർ സീസണിൽ പ്രത്യേകിച്ച് കൂടുന്നതായിട്ടാണ് കാരണം. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ബ്ലഡ് വെസൽസ് ഷ്രിങ്ക് ചെയ്യുന്നുണ്ട് അഥവാ കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ഹാർട്ടിന്, നമ്മളുടെ ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാനായിട്ട് കൂടുതലായി ഫോഴ്സ് ചെലുത്തേണ്ടി വരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ബ്ലഡ് പ്രഷർ ആണെങ്കിലും അതേപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം അധികരിക്കാനുള്ള സാധ്യത ഉണ്ട് തണുപ്പ് കാലത്ത് എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം. അതേപോലെ തന്നെ നമുക്കറിയാം, അമിതമായിട്ട് തണുപ്പും മറ്റും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസിലുകൾ ഷിവർ ചെയ്യും. മസിലുകൾ ഷിവർ ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ റെഗുലേഷൻ്റെ, നമ്മളുടെ ശരീരത്തിലെ താപനിലയെ ഒന്ന് ഉയർത്താനുള്ള ഒരു പരിപാടിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇതും സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ സാധാരണമായ മെറ്റബോളിക് റേറ്റ് നമുക്കറിയാം, സ്വാഭാവികമായും തണുപ്പ് കൂടി വരുമ്പോൾ ശരീരത്തിൽ ചൂട് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി നമ്മളുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനം ഇതിലും ഒരു വർധനവ് കാണുന്നു. മെറ്റബോളിക് റേറ്റ് വർദ്ധിക്കുന്നു. ഇതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ ആഹാരം കഴിക്കാനും അതേപോലെ ഭക്ഷണം കഴിക്കാൻ ഒരു കൂടുതലായിട്ടുള്ള ഒരു ടെൻഡൻസിയും മറ്റും തണുപ്പ് കാലത്ത് ഉണ്ടാവുന്നതും ഇങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഈ തണുപ്പ് നമുക്ക് ചുറ്റും കൂടുതലായിട്ട് ഈ നിലനിൽക്കുമ്പോൾ നമുക്ക് ചെറുതായി ചൂടായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനും അതേപോലെ സ്നാക്കിംഗ് അല്ലെ, എന്തെങ്കിലും ചെറിയ ഇതെല്ലാം കഴിക്കാനൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ തണുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള ടെൻഡൻസികൾ ഒന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ കൊളസ്ട്രോൾ അടക്കമുള്ള സംഗതികളെല്ലാം ഈ ഒരു നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മൾ സ്നാക്കിങ്ങും മറ്റും കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ലൈറ്റ്, പൊതുവെ സൂര്യരശ്മികളും മറ്റും കുറവാണ്. ഇതുകൊണ്ട് നമുക്ക് പൊതുവെ ഒരു ലേസിനെസ്, അതും അല്ലെങ്കിൽ ഒരു ക്ഷീണം, ഒരു ഉത്സാഹമില്ലായ്മ, കൂടുതലായിട്ട് അമിതമായിട്ടുള്ള മയക്കം, ഉറക്കം, ഇതെല്ലാം തന്നെ പൊതുവെ തണുപ്പ് കാലത്ത് കാണുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഡോക്ടർ, ഇത് കൂടാതെ വരുന്ന ഇപ്പൊ രോഗങ്ങൾ എന്തൊക്കെയാണ് ജനറലായിട്ട് ഈ ഒരു സമയത്ത് വരുന്നത്? ഇതിന് നമുക്ക് ധാരാളം രോഗങ്ങൾ, അതായത് തണുപ്പ് കാലത്തേക്ക് മാത്രമായി എന്ന് പറഞ്ഞ് നമുക്കൊരു രോഗം നമുക്കങ്ങനെ എടുത്തു പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് നിലവിലിരിക്കുന്ന പല അസുഖങ്ങളും തണുപ്പ് കാലത്ത് വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ സ്കിൻ, നമ്മളുടെ ചർമ്മത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ചർമ്മത്തിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത, അത് തണുപ്പ് കാലത്തൊന്നല്ല, സാധാരണമായിട്ടല്ലെങ്കിലും ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം കുട്ടികളിലെ എക്സിമ, അതുപോലെ മുതിർന്നവരിലും കാണുന്ന ഒരു അസുഖമാണ് എക്സിമ, അല്ലെങ്കിൽ കുട്ടികളിൽ കരപ്പൻ. ഇതിൻ്റെ ഈ പൊതുവെ ഈ പറഞ്ഞ അസുഖങ്ങളുടെ ചൊറിച്ചിലും ഇതുമായി ബന്ധപ്പെട്ട അസഹ്യതയും എല്ലാം തണുപ്പ് കാലത്ത് കൂടാൻ ഉള്ള സാധ്യതയുണ്ട്. അതേപോലെ വരണ്ട ചർമ്മം എന്നുള്ളത് ഇന്ന് വലിയൊരു പ്രശ്നമാണ് പലർക്കും. അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ കൃത്രിമമായി ശീതീകരിച്ച ഒരു എൻവയോൺമെന്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിന് വരൾച്ച നേരിടുന്നുണ്ട്.
അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ, കരപ്പനോ അതുമല്ലെങ്കിൽ എക്സിമ, ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ വർധനവും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങൾ അധികരിക്കുന്നത് നമുക്ക് തണുപ്പ് കാലത്ത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഇതാരാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പൊ തണവത് തുടങ്ങിയ പിന്നെ എല്ലാവർക്കും കോൾഡൊക്കെ വന്നു. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം കഫക്കെട്ട് ആദ്യം വന്നു, ഭയങ്കര ചെസ്റ്റ് പെയിൻ ഒക്കെ എല്ലാവരും. ഓക്കെ. കുറച്ച് പറഞ്ഞു. ഓക്കെ, ഇപ്പോഴും കഫക്കെട്ട്. ഓക്കെ, കഫക്കെട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അല്ലേ? കഫക്കെട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് ഇപ്പോൾ എന്തെങ്കിലും മരുന്നുകളോ അതുമല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് എന്തെങ്കിലും ഇപ്പോൾ കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എക്സ്പെക്ടറിൻ സിറപ്പ് അങ്ങനെ എന്തെങ്കിലും? പൊടിക്കൈകളുള്ള മരുന്ന്, ചുക്കും കുരുമുളകും കൽക്കണ്ടൊക്കെ പൊടിച്ച് കഴിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ചുക്കും കുരുമുളകും തീർച്ചയായിട്ടും തണുപ്പ് കാലത്തെ പ്രതിരോധിക്കാനായിട്ട് അല്ലേ? ഞാനിപ്പോൾ ശബരിമല കയറ്റമാണ് ഓർക്കുന്നത്. ശബരിമലയിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ മകരമാസത്തിലെല്ലാം ചുക്കും കുരുമുളകും തീർച്ചയായിട്ടും ഇതിനെ പ്രതിരോധിക്കാൻ നല്ലത് തന്നെയാണ്. അതേപോലെ വേണമെങ്കിൽ ഈ കഫക്കെട്ട് അധികരിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ ചെയ്യാവുന്നത് ഈ ചുക്കൊന്ന് മാറ്റി വേണമെങ്കിൽ കുരുമുളക്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളി, കൽക്കണ്ടം, ഇത് ഒരു പിടിയെടുത്ത് രാവിലെ ഒന്ന് വെറും വയറ്റിൽ ഒന്ന് കടിച്ച് ചവച്ചിറക്കുന്നത് നല്ലതാണ്. കാരണം ഈ കഫക്കെട്ടിന് പ്രത്യേകിച്ച് പാടുന്നവർ പോലും ഈ കണ്ഠശുദ്ധിക്ക് ഇത് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ചെറിയ ഉള്ളി, അതെ, ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുരുമുളകൊന്ന് ചതച്ചോണം. ഇതും ഒന്ന് ചതയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഒരല്പം കൽക്കണ്ടവും കൂടി ഒന്ന് ചതച്ച് ചേർത്ത് ഇത് ഒരുമിച്ചൊന്ന് കഴിക്കുന്നത് ഇതിന് നല്ലതാണ്. അതേപോലെ തന്നെ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം നമുക്ക് ഈ പറഞ്ഞ കഫക്കെട്ട് വല്ലാതെ അനുഭവപ്പെടുന്നുവെങ്കിൽ ചെയ്യാവുന്നത് ചുക്ക് കാപ്പി. ഇതേപോലെ തന്നെ ചുക്ക് കാപ്പിയോ അതുമല്ലെങ്കിൽ ചുക്കിട്ട് ചെറുതായിട്ട് അമിതമായിട്ട് ചുക്ക് ഉപയോഗിക്കുന്നത് പ്രശ്നമാണ് കേട്ടോ. കാരണം ഇത് പലപ്പോഴും ഈ വയറെരിച്ചിലിനും മറ്റും കാരണമാകും. അപ്പോൾ വളരെ ലൈറ്റായിട്ട് ശുദ്ധമായ ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതും തീർച്ചയായിട്ടും നല്ലതാണ്. അതേപോലെ തന്നെ ത്രോട്ട് പെയിൻ, സോർ ത്രോട്ടും മറ്റും ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് വെള്ളം കൊണ്ട് ഒന്ന് ഗാർഗിൾ ചെയ്യുക. അത് ഉപ്പ്, അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ ഈ ഉപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ നല്ല കട്ടിയിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം കൂടുമെന്നാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ലൈറ്റായിട്ട് ഉപ്പിട്ട് അങ്ങനെയുള്ള ലൈറ്റായ ഉപ്പുവെള്ളം ഇത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഗാർഗിൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ധാരാളം മരുന്നുകളുണ്ട്. ഉദാഹരണത്തിന് കഫത്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് ആയുർവേദത്തിലും പ്രകൃതിയിലും എല്ലാം നല്ല രീതിയിലുള്ള മരുന്നുകളുണ്ട്. പക്ഷേ അത് നമ്മൾ ഒരാളുടെ ശരീരപ്രകൃതം, ലക്ഷണം ഇതെല്ലാം നോക്കിയിട്ട് വേണം. ഉദാഹരണത്തിന് ആയുർവേദത്തിൽ തന്നെ നസ്യമടക്കമുള്ള ചികിത്സകൾ ഈ കഫക്കെട്ടും ഈ സമയത്തുണ്ടാകുന്ന സൈനസൈറ്റിസും എല്ലാം കുറയ്ക്കാൻ നല്ലതാണ്. അതേപോലെ ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ, യോഗയിലെ പ്രാണായാമങ്ങളുടെ അഭ്യാസം, ഇതെല്ലാം തന്നെ നേസൽ പാത്വേസിനെ ക്ലിയർ ചെയ്ത് നിർത്താനെല്ലാം സഹായകമാണ്. അപ്പോൾ ഒരു കൺസൾട്ടേഷന് ശേഷം തീർച്ചയായിട്ടും ഈ അമിതമായ കഫക്കെട്ടിന് നമുക്ക് വേണ്ട രീതിയിലുള്ള മരുന്നുകൾ നിശ്ചയിക്കാനായിട്ട് സാധിക്കും. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ. ആഹാ, അത് വായിൽ പോളൻ പോലെ എന്ന് പറയുമ്പോൾ അതിന് വേദനയുണ്ടോ? നല്ല പെയിൻ ഉണ്ടോ? അപ്പോൾ ഇത് ഈ വയറിൽ നിന്ന് ശോധനയൊക്കെ എങ്ങനെയുണ്ട്? മോഷൻ എങ്ങനെയുണ്ട്? അതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. പൊതുവെ ഈ പറഞ്ഞ വായിൽ ഈ പറഞ്ഞ പോളൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമ്മളിപ്പോൾ ആസ്തസൽസർ എന്നാണ് പറയുക. ഇത് സാധാരണമായിട്ടുണ്ടാകുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരുമ്പോഴാണ്. അപ്പോൾ സാധാരണ അതുപോലെ തന്നെ വയറ് ക്ലിയർ അല്ലെങ്കിൽ, അതായത് നമ്മളുടെ ദഹന പ്രക്രിയ വേണ്ട രീതിയിൽ നടക്കുന്നില്ലെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് തവിടുള്ള അരി, തവിട് ശരിക്ക് ചെല്ലാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ പലപ്പോഴും പോളിഷ്ഡ് റൈസ് ആണ്. തവിടുള്ള അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കടകളിൽ ചെന്ന് തവിടുള്ള അരി തന്നെ ചോദിക്കുക. അപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും, കാരണം ഇവിടെ പൊതുവെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ശുദ്ധീകരിച്ച അരിയാണ്, അതിൽ പോളിഷ് റൈസ് ആണ്. അതുമല്ലെങ്കിൽ ശ്രീലങ്കൻ റൈസ് ചോദിക്കുക. ഞാൻ ശ്രീലങ്കയിൽ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, കഴിഞ്ഞ ഒരു പരിപാടിയിൽ ഞാൻ പറഞ്ഞിരുന്നു. പോയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പോഴും അവിടെ ഹോട്ടലുകളിലടക്കം പലയിടങ്ങളിലും വിളമ്പുന്നത് തവിട് ചേർന്ന ശുദ്ധമായിട്ടുള്ള അരിയാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ പൊതുവെ ഈ പറഞ്ഞ രീതിയിലുള്ള വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ദഹിക്കാൻ എളുപ്പമുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഈ വേദന ഉള്ള ഈ ആഫ്തസൽസർ അഥവാ ഈ ഒരു പോളിന് മുകളിലായിട്ട് അല്പം തേനിടയ്ക്ക് ഒന്ന്
ഒന്ന് പുരട്ടി കൊടുക്കുന്നതും ഇതിനെ ഒന്ന് ഹീൽ ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ മാർഗ്ഗങ്ങൾ നോക്കുക. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദരശുദ്ധിക്കുള്ള മരുന്നുകൾ കഴിക്കുകയും അതേപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റു ചില മരുന്നുകളും മറ്റും വയറ്റിലെ അസിഡിറ്റിയും മറ്റും നിയന്ത്രിക്കാനുള്ള മരുന്നുകളും ഇതിനൊപ്പം കഴിക്കേണ്ടി വരും. ഓക്കെ. പിന്നെ അൾസറിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഡോക്ടർ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മുടെ സ്കിന്നിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഈ ഒരു സമയമാകുമ്പോൾ കൂടുതൽ ഡ്രൈ ആകുന്നു. അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ ശരീരത്തിൽ ആകെ തന്നെ ഈ ചൊറിഞ്ഞ് തടിക്കുക, അർട്ടിക്കാരിയ എന്ന് പറയുന്ന കണ്ടീഷൻ, ഇതെല്ലാം പൊതുവെ ഈ തണുപ്പ് കാലത്ത് വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി സ്കിന്നിന്റെ കാര്യം മാറ്റി നമുക്ക് അറിയാം, തണുപ്പ് കാലമായാലും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അധികം ഉണ്ടാകുന്ന പ്രശ്നമാണ് കോൾഡ്, ഫ്ലൂ. ഇത് രണ്ടും വളരെ സമൃദ്ധമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത് അതെ, നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഈ അടച്ചു കിട്ടിയ എയർ കണ്ടീഷൻഡ് എൻവയോൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ്, ഒരാൾക്ക് നമുക്കറിയാം റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് പകരുന്നത് ഡ്രോപ്ലെറ്റ്സിലൂടെയാണ്. നമ്മൾ സംസാരിക്കുന്നു, അപ്പോൾ അല്പം ഉമിനീര് തെറിക്കുന്നു. അതുമല്ലെങ്കിൽ നമ്മളുടെ കൈകളിൽ ഈ പറഞ്ഞ പോലെ മൂക്കും മറ്റും സ്പർശിച്ച ശേഷം നമ്മൾ ബാക്കിയുള്ള പ്രതലങ്ങൾ സ്പർശിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു എയർ കണ്ടീഷൻഡ് എൻവയോൺമെന്റിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരക്കാനും അതേപോലെ തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനും എല്ലാമുള്ള സാധ്യത കൂടുതലാണ്. കോൾഡും ഫ്ലൂവിൻ്റെയും എല്ലാം കാര്യങ്ങൾ ഇത് തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് സൈനസൈറ്റിസ്. ഇപ്പോൾ സൈനസൈറ്റിസ് നമുക്കറിയാവുന്നതുപോലെ ധാരാളം പേർക്ക് അത് തണുപ്പ് കാലത്തും നല്ല ചൂടുകാലത്തും ഇവിടെ കാണുന്നുണ്ട്. കാരണം ചൂടുകാലത്താണെങ്കിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം തല വിശർക്കുന്നു. പുറത്തെല്ലാം ഇറങ്ങി തല ഉയർത്ത് ഉടൻ തന്നെ ശീതീകരിച്ച എൻവയോൺമെന്റിലേക്ക്, കാറിലേക്കോ അതുമല്ലെങ്കിൽ റൂമിലേക്കോ വന്ന് ഇരിക്കുമ്പോൾ ഇതാണ് തലനീരിറക്കം എന്ന് നമ്മൾ പരമ്പരാഗത ഭാഷയിൽ നാടൻ വൈദ്യന്മാരും മറ്റും പറയും, അല്ലെങ്കിൽ അല്ലെ പഴയ മുത്തശ്ശിമാരും എല്ലാം പറയും തലനീരിറങ്ങുന്നതാണ് എന്ന്. അപ്പോൾ ഈ തലനീരിറക്കം ബാക്കിയുള്ള ഓക്കെ തീർച്ചയായും. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ ഷീലയാണ്. ഷീല, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ട്, ഹസ്ബൻഡിന്റെ കാലിന്റെ ഉപ്പറ്റിന് വേദന ഉണ്ടായിരുന്നു 2 മാസം മുന്നേ. അത് ഒരു ഓർത്തോ ഡോക്ടറെ കണ്ടിട്ട് ഉപ്പറ്റി അടിയിലുള്ള വേദന മാറി, സൈഡിൽ വേദന ഉണ്ട്, മുകളിലേക്ക് മസിലിനും പെയിൻ ഉണ്ട്. ഇപ്പൊ അന്ന് നോക്കിയപ്പോൾ യൂറിക് ആസിഡ് നോക്കാൻ പറഞ്ഞ് നോക്കിയപ്പോ 7.2 കീഴെ വേണം പുരുഷന്മാർക്ക് നിൽക്കാനായിട്ട്. അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലുണ്ട്. പറയൂ. കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ നോക്കി, ഇപ്പോൾ നോക്കിയപ്പോൾ അത് 4 കുറഞ്ഞുണ്ട്. വേദനയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. ഉപ്പൂറ്റിയിലെ വേദനയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല, യൂറിക് ആസിഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടിയിലത്തെ വേദന കുറഞ്ഞു. സൈഡിലും 2 സൈഡില് വേദനയുണ്ട്. മുകളിലേക്ക് മുട്ടിന് താഴെയുള്ള മസിലിന്റെ ഇതിലും വേദനയുണ്ട്. ആൾക്ക് നടുവേദനയുണ്ടോ? ഇല്ല, വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ല. ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 62. ഷുഗർ, പ്രഷർ, ഇതേപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ? പ്രഷർ ഇല്ല, ഷുഗർ ഉണ്ട്. ഷുഗർ ഇപ്പോൾ കൺട്രോളിലാണോ? ഓക്കെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഉപ്പൂറ്റിയുടെ വശങ്ങളിലുള്ള വേദന ഇത് കേവലം യൂറിക് ആസിഡ് കൊണ്ട് മാത്രമല്ല, വേറെയും ചില സാഹചര്യങ്ങളിൽ ഈ വേദന ഉണ്ടാകാം. ഉദാഹരണത്തിന് നമ്മൾ പറയും കാൽക്കേനിയൽ സ്പർ എന്ന് പറയും. അതായത് കാൽമുട്ടിന്റെ ഈ ഉപ്പൂറ്റിയുടെ കീഴിലുള്ള ഒരു എല്ല്, ഈ എല്ലിനുള്ള നേരിയ രീതിയിലുള്ള വളർച്ച ഇതുണ്ടെങ്കിൽ ഈ പറഞ്ഞ വേദന ഉണ്ടാകാം. 2 പ്ലാന്റാർ ഫാഷൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മളുടെ കാലിന്റെ അടിയിലായി ഒരു പാളിയുണ്ട്. ഈ പാളിയിൽ നീര് കെട്ടുമ്പോഴും ഈ പറഞ്ഞ രീതിയിലുള്ള വേദന നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് ഇപ്പോൾ 60 വയസ്സ്, നല്ല വെയിറ്റ് ഉള്ള പ്രകൃതമാണോ ആളുടെ? അല്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഹസ്ബൻഡിന് ഒരു 60 വയസ്സ് കഴിഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ ഈ 2 സാധ്യതകളും നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ 2 പ്രശ്നങ്ങൾ ആൾക്കില്ല എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പിന്നെ ഉപ്പൂറ്റിയിൽ ഈ പറഞ്ഞ രീതിയിൽ വേദന നിൽക്കാനുള്ള ഒരു കാരണം പലപ്പോഴും നമ്മൾ അറിയാതെ നടുവിന്റെ ഡിസ്കിന്റെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ നിന്ന് കാലിലേക്ക് ഇറങ്ങുന്ന ഞരമ്പിനെ ഈ ഡിസ്കുകൾ പോയി സ്പർശിക്കുന്നുണ്ടെങ്കിലും കാലിലെ ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള ഈ വേദന ഉണ്ടാകാം. എന്തായാലും 1-2 ചെറിയ പൊടിക്കൈകളൊന്ന് നോക്കുക. അതായത് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരല്പം ഉപ്പിട്ട്, കേട്ടോ, അല്പം ഉപ്പിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നായിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 2 കാലും ഒന്ന് മുക്കി വെക്കാനായിട്ട് പറയുക. ഓക്കെ. അതിനുശേഷം ഈ കാല്
ഇപ്പോൾ ഒരു 10-15 മിനിറ്റ്, അതായത് വെള്ളം തണുക്കുന്നത് വരെ ഈ രീതിയിൽ ഒന്ന് കാല് മുക്കി വെച്ച ശേഷം ഒന്ന് കാല് പുറത്തേക്ക് എടുത്ത് പിണ്ടതൈലമോ അതേപോലെയുള്ള തൈലങ്ങൾ എന്തെങ്കിലും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൈലം ചെറുതായിട്ട് എടുത്തൊന്ന് ചൂടാക്കി കാലിന്റെ അടിയിൽ ഒന്ന് മസാജ് ചെയ്യാനായിട്ട് പറയുക. ഇപ്പോൾ കാൽമുട്ടിന്റെ കീഴ് മുതൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മസാജ് കൊടുത്താൽ കുഴപ്പമില്ല. എന്നിട്ട് അത് തുടച്ച് കളഞ്ഞ ശേഷം ആളോട് കിടന്നുറങ്ങാനായിട്ട് പറയുക. കാരണം ഈ വേദന, പൊതുവെ ഉപ്പൂറ്റിയുടെ വേദന വർദ്ധിക്കാനുള്ള സാഹചര്യം എപ്പോഴും രാത്രിയിൽ അതല്ലെങ്കിൽ അതിരാവിലെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് സാധ്യതകളും പ്രിവെന്റ് ചെയ്യാനായിട്ട് രാത്രിയിൽ ഈ രീതിയിൽ വാം ഫുഡ് ബാത്ത് എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണത്തിന് ഒരു 2 മണിക്കൂറെങ്കിലും ഇട നൽകിയ ശേഷം വേണം നമ്മൾ എപ്പോഴും വാം ഫുഡ് ബാത്ത് എല്ലാം എടുക്കാൻ. കാരണം അതല്ലെങ്കിൽ ദഹനത്തിന് വേണ്ടി ഉദരത്തിലേക്ക് പോകേണ്ട ചോര മുഴുവൻ കാലിലേക്ക് വലിച്ചെടുക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ദഹന പ്രക്രിയ താറുമാറാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. പിന്നെ തീർച്ചയായും യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നിട്ടും ഇത് വേണ്ടത്ര രീതിയിൽ പരിഹാരം കാണുന്നില്ലെങ്കിൽ നമുക്ക് ആയുർവേദ ചികിത്സകൾ, അക്യുപഞ്ചർ എല്ലാം തന്നെ ഇതിന് ഫലപ്രദമാണ്. ഇത് മാറ്റിയെടുക്കാവുന്ന പ്രശ്നം തന്നെയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു അരമണിക്കൂറിന്. പക്ഷേ അപ്പോൾ എന്താണ് ഞാനിത് രാത്രിയിൽ കുറച്ച് വൈകി തന്നെ ചെയ്യാനായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ, ഇത് ഈ രീതിയിൽ കിടക്കുന്നതിനോട് അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഉറക്കം സുഖമായിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ 2, ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിരാവിലെ എഴുന്നേറ്റ് പലർക്കും ഇവിടെ ജോലി തിരക്കും മറ്റും ഉള്ളത് കൊണ്ട് രാവിലെ ഈ ഒരു പ്രക്രിയ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ ഗ്യാപ്പ് ഒന്ന് കുറച്ചെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് വൈകിട്ട് 6 മണിക്ക് ഇതിന്റെ ഒരു ഇഫക്റ്റ് ഒരു 6 മണിക്കൂർ എന്ന് വെച്ചോളൂ. 12 മണിയോടുകൂടി, രാത്രിയിൽ 12 മണിയോടുകൂടി തീരുകയാണ്. പക്ഷേ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഇത് ചെയ്തു കഴിഞ്ഞാൽ രാവിലത്തേക്കുള്ള ആ വേദന വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ടാണ് കിടക്കുന്നതിന് മുന്നായിട്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ശരി, സന്തോഷം. ഓക്കെ, താങ്ക് യു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം അതെ, അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി അതല്ല സമയമുണ്ടെങ്കിൽ 2-3 വട്ടം ഒരു ദിവസം ചെയ്യുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ നമുക്കറിയാം, ഗൾഫിലെ ഒരു ജീവിത സാഹചര്യത്തിൽ 2-3 വട്ടമെല്ലാം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അത് സാധ്യമാകുന്ന കാര്യമല്ല. അപ്പോൾ എപ്പോഴും നമ്മളുടെ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള റെമഡീസ് നോക്കുക. അതിലും നമുക്ക് ഫലം കാണുന്നില്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചു തുടങ്ങുക. അതാണ് ഞാൻ എടുക്കാറുള്ള ഒരു പോളിസി. അതെ, അപ്പോൾ സൈനസൈറ്റിസ്, ഇത് സൈനസൈറ്റിസും ഈ പറഞ്ഞ രീതിയിൽ തണുപ്പ് കാലത്ത് വളരെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. കാരണം ഇതാണ് ഈ പറഞ്ഞ വളരെ തണുപ്പ്. ഈ തണുപ്പത്ത് കഫം, നേരത്തെ നമ്മളുടെ ഒരു പ്രേക്ഷക പറഞ്ഞ പോലെ കഫം വല്ലാതെ കൂടുന്നു. ഈ കഫക്കെട്ട് നെറ്റിയിലും ഈ ഭാഗങ്ങളിലുമെല്ലാം കൂടുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങൾ കൂടുന്നു. മറ്റൊന്ന്, തണുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ സാധാരണമായി കാണാവുന്ന മറ്റൊരു പ്രശ്നമാണ് ആസ്തമ. ആസ്തമ എന്നുള്ളതും ഇന്ന് വളരെയധികം, കാരണം അലർജി രോഗങ്ങൾ ഇന്ന് പൊതുവെ നമ്മളുടെ സമൂഹത്തിൽ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ അലർജിയുടെ ഒരു ഭാഗമായിട്ട് പലരിലും പ്രത്യേകിച്ച് തണുപ്പ് കൂടിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്ലഡ് വെസൽ ഷ്രിങ്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ശ്വാസനാളികളും ഷ്രിങ്ക് ആകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ശ്വാസ തടസ്സമടക്കമുള്ള പ്രശ്നങ്ങൾ അധികരിക്കാനും വർദ്ധിക്കാനും ഇത് പലപ്പോഴും കാരണമാകുന്നു. അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള തുമ്മൽ, അലർജി സംബന്ധമായിട്ടുള്ള, അല്ലെ, അത് അലർജിയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നിർത്താതെയുള്ള തുമ്മലാണ് ഇതിന്റെ ഒരു പല ലക്ഷണമായിട്ട് പലരും പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ തണുപ്പ് കാലത്ത് അധികരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ റെസ്പിറേറ്ററി അസുഖങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് വാതരോഗങ്ങൾ നമുക്കറിയാം. പൊതുവേ തണുപ്പ് വാദത്തിന് നമ്മൾ വേദനകൾക്ക് നമ്മൾ എപ്പോഴും ഇളം ചൂട് പകരാനാണ് ശ്രമിക്കുക, അല്ലെ? തണുപ്പ് എന്നുള്ളത് തീർച്ചയായിട്ടും വാദത്തിനെ പ്രകോപിപ്പിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് സന്ധിവാദമാകട്ടെ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആകട്ടെ, ഇനി സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള വാദ രോഗങ്ങളുടെയും വേദന ഈ ഒരു സമയത്ത് അധികരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരുമാതിരി നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊരു ആരോഗ്യ പ്രശ്നവും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരുമാതിരിപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ തണുപ്പ് കാലത്ത് അധികരിക്കാനോ അല്ലെങ്കിൽ വർദ്ധിക്കാനോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ കോൾഡും ഫ്ലൂവും എല്ലാം അടക്കമുള്ള ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് പകരാനും എല്ലാമുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ, നമ്മൾ ചർമ്മത്തിന്റെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, സ്കിൻ ഡ്രൈ ആവുന്നതിനെ കുറിച്ചും എക്സിമയെ കുറിച്ചും അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ശരിക്കും ഈ ഒരു തണുപ്പ് കാലത്ത് ചർമ്മ സംരക്ഷണം എങ്ങനെയാണ്? അതില് തണുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനം ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഈ കോൾഡിന് നമ്മൾ എക്സ്പോസ്ഡ് ആകുന്നത് കൊണ്ട് പലപ്പോഴും
ചർമ്മം വളരെ ഡ്രൈ ആകുന്നു, അതല്ലെങ്കിൽ വരളുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പൊതുവെ വെള്ളവും ജലപാനവും കുറവാണ് തണുപ്പ് കാലത്ത്. അല്ലെങ്കിൽ തന്നെ പലർക്കും വെള്ളം കുടിക്കാനായിട്ട് മടിയാണ്. ബാക്കിയുള്ള വെള്ളമാണെങ്കിൽ പലരും കുടിക്കും, പക്ഷേ പച്ചവെള്ളം കുടിക്കാനായിട്ട് പലർക്കും മടിയാണ്. അപ്പോൾ ഈ രീതിയിൽ ജലപാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കിന്നിന്റെ ഡ്രൈനെസ് കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തണുപ്പ് കാലമാണെങ്കിലും ധാരാളം വെള്ളം കുടിക്കുന്ന ഒരു ശീലത്തിൽ മാറ്റം വരുത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തണുത്ത വെള്ളമാകരുത്, അമിതമായിട്ട് ചൂടുള്ള വെള്ളവുമല്ല, വാം വാട്ടർ, അതായത് സമശീതോഷ്ണം എന്ന് നമുക്ക് പറയാവുന്ന ഇളം ചൂടോടുകൂടിയ നേരിയ ചൂടോടുകൂടിയ വെള്ളം. അത് കഫത്തിൻ്റെയും മറ്റും ശല്യമുണ്ടെങ്കിൽ ചുക്കോ തുളസിയോ എല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളം ഇത് ആവശ്യത്തിന് കുടിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഗ്ലോ നിലനിർത്താനായിട്ട് നല്ലതാണ്. 2, നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ പരമ്പരാഗത ചികിത്സകളുടെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ എണ്ണ തേച്ച് കുളിക്ക് ഏറ്റവും ഉത്തമമായ സമയമാണ്. ഇന്ന് മലയാളി മറന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ശരീരത്തിലും നല്ല ശിരസിലും ശരീരത്തിലും ഒന്നും തന്നെ എണ്ണ തൊടാത്ത ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും പണ്ട് മലയാളിക്ക് എണ്ണ തേച്ച് കുളി എന്നുള്ളത് അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ ക്രീമുകളും ഇതെല്ലാം വരുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾക്ക് ഉതകുന്ന എണ്ണകൾ ഈ ഒരു സമയത്ത് തേക്കാമെങ്കിൽ ഒരു വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന രീതിയിൽ, അതേപോലെ മസാജുകളും മറ്റും എടുക്കാനായിട്ട് ഏറ്റവും ഉത്തമമായ കാലഘട്ടമാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു തണുപ്പ് കാലം. കാരണം ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ സ്കിൻ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ് വിളിക്കുന്നത്? പേര് പറഞ്ഞോളൂ. എന്റെ പേര് ലാന. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടറിന്റെ മോൾക്ക് വേണ്ടി വിളിക്കുകയാണ്. എന്റെ മോൾക്ക് 8 വയസ്സായി ഇപ്പോഴും. ഓക്കെ. അപ്പൊ ഈ ഇടയായിട്ട് അവർക്ക് രാത്രി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒരു രാത്രി ആകുമ്പോഴേക്കും അവര് പിന്നെ കരച്ചിലാണ്. കാരണം കിടന്ന ഇതിൽ നിന്ന് കാലങ്ങോട്ട് നീക്കാൻ വയ്യാതാകുക, വളരെയധികം സ്റ്റിക്കി ആയി നിൽക്കുകയാണ് കാല്. എത്ര വയസ്സുണ്ട് മോൾക്ക്? 8 വയസ്സ് അല്ലേ? 8 അതായത് രാത്രിയിൽ കിടന്ന് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു പുലർച്ചയൊക്കെ ആകുമ്പോ പിന്നെ കരച്ചിലാണ്. കാരണം കാലങ്ങോട്ട് നീക്കി വെക്കാൻ വയ്യാതായ. 2 കാലം ഉണ്ടോ അതോ ഏത് കാലാണ് ഈ പ്രശ്നം കൂടുതലായിട്ട്? ഏതെങ്കിലും ഒരു കാലം. കാരണം ഒരേ രീതിയിൽ തന്നെ അവള് കിടക്കുക, മറന്നു കിടക്കുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ അങ്ങോട്ട് കിടക്കും. ഓക്കെ. അപ്പോഴേ ഞാൻ കാല് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുകയാണെങ്കിൽ വളരെയധികം ഇങ്ങനെ സ്റ്റിക്കി ആയി നിൽക്കുകയായിരിക്കും. ഞാന് ആ മസിലൊക്കെ നന്നായി തടവി ചൂട് പിടിപ്പിച്ചതിന് ശേഷം അവളെ ഒന്ന് ലെവലാക്കി അങ്ങനെ എടുക്കുക. അപ്പോഴും കുറച്ച് ഭേദം ഉണ്ടാവും. ഇത് വാദത്തിന്റെ ആണ് എന്ന് എനിക്ക് ഞാൻ ഇപ്പോൾ നേരിട്ട് കാണാതെ ഒരു കുട്ടിയുടെ കാര്യമാകുമ്പോൾ നമ്മൾ ഒരു അഭിപ്രായം പൂർണ്ണമായിട്ടും പറയുന്നത് ശരിയല്ല. എന്നാലും ഒരു അമ്മ പേടിക്കേണ്ട രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പൊതുവെ വളർച്ചയുടെ കാലഘട്ടത്തിൽ പൊതുവെ കുട്ടികളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള മസിൽ ക്രാംസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് ഓക്കെ അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. അതുപോലെ രാത്രിയിൽ ഒരു സോക്സോ മറ്റോ ധരിപ്പിച്ച് കുട്ടിയെ കിടത്തുന്നതും തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാൽസ്യം, അതേപോലെ വൈറ്റമിൻ ഡി, ഈ 2 ഘടകങ്ങൾ കുട്ടിക്ക് ശരിക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പാലൊക്കെ കുടിക്കുമോ മോള്? പാല് കുടിക്കാറുണ്ട്. അപ്പൊ പാല്, മുട്ടയുടെ വെള്ള, സോയാബീൻസ്, ഇങ്ങനെയുള്ള സംഗതികൾ, പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം ഒന്ന് വേണ്ട രീതിയിൽ ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ കാൽസ്യത്തിൻ്റെയും മറ്റും ഡെഫിഷ്യൻസി കുട്ടികളിൽ ഉണ്ടാകുമ്പോഴും ഈ പറഞ്ഞ മസിൽ ക്രാംസ്, അത് മുതിർന്നവരിലും പലപ്പോഴും ഉണ്ടാകുന്നത് കാൽസ്യം ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്തിട്ടും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുവെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സപ്ലിമെന്റ്സ്, ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നേക്കാം. ഇനി കുട്ടിക്ക് സ്ട്രക്ചറലായിട്ടുള്ള അല്ല, അതാണ് അപ്പോൾ ഇത് തണുപ്പ് കാലം കൂടെ ആയപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പേടിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കുട്ടിയുടെ കാര്യമാണ്, പൊന്നാമനിയുടെ കാര്യമാണ്. അതുകൊണ്ട് ഒരു നേരിട്ട് ഒരു ഡോക്ടറെയും കൂടെ കാണിച്ച് ഉറപ്പുവരുത്തുക. വേറെ സ്ട്രക്ചറലായിട്ട്, അതായത് മസിലുകൾക്കോ അതുമല്ലെങ്കിൽ എല്ലുകൾക്കോ മറ്റോ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തിക്കൊള്ളുക. കേട്ടിടത്തോളം എനിക്കിത് പേടിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ചൂട് നിലനിർത്തുകയും ചില കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് ഇത്. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന മാനേജ്മെന്റ് തന്നെ ഒന്ന് ചെറുതായിട്ട് ചൂട് കാലുകൾക്ക് കൊടുക്കുക, കാലുകൾ ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ പുതച്ച് തന്നെ ഇത് ചെയ്യുക. അതുപോലെ രാത്രിയിൽ ഒന്ന് പറ്റുമെങ്കിൽ 1-2 വട്ടം കുട്ടിയുടെ പൊസിഷൻ ഒന്ന് മാറ്റിക്കെടുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ മാറേണ്ടതാണ്. എന്നിട്ടും കുറവില്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ഒന്ന് ഉറപ്പുവരുത്തുക വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. കേട്ടോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
പിന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ കൽക്കണ്ടവും ചെറിയ ഉള്ളിയും ചുവന്നുള്ളിയും കൊടുക്കാം. അത് ഈ പ്രായത്തിൽ കൊടുക്കാമോ? പിന്നെ തീർച്ചയായിട്ടും കാരണം ഞാനെല്ലാം കുട്ടിക്കാലത്ത് പാട്ട് പഠിച്ചിട്ടുള്ളതാണ്. ആ സമയത്ത് ഞാൻ തന്നെ പരീക്ഷിച്ച് ഫലം കണ്ടിട്ടുള്ള സംഗതിയാണ്. ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. ഓക്കെ, ശരി, ഓൾ റൈറ്റ്, ഓക്കെ, താങ്ക് യു. ചർമ്മ സംരക്ഷണത്തിനെ കുറിച്ച് എണ്ണ തേച്ച് കുളി എന്നുള്ളത് നമ്മൾ മറന്നിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ തണുപ്പ് കാലത്ത് നമുക്ക് ദാഹം വന്നാൽ അല്ലെ എന്താണ് ഒരല്പം വെള്ളം കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ത്വക്കും ആഗ്രഹിക്കുന്നുണ്ട്. ത്വക്കിന് പറയാൻ ത്വക്കിന് വർത്തമാനം പറയാൻ കഴിയുമായിരുന്നു ഒരല്പം എണ്ണ എന്ന് ചിലപ്പോൾ ത്വക്ക് പറയും. അപ്പോൾ നമ്മളുടെ പ്രകൃതത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള എണ്ണകൾ തേക്കുന്നത്. ഇനി എണ്ണകളോട് അലർജികൾ ഉള്ളവരാണെങ്കിൽ ഇനി ചിലർക്ക് പറയും എണ്ണ ശരീരത്തിന് തേക്കുന്നത് ആകെ അലർജിയാണ്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ നമുക്ക് പൊതുവായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത് ഒന്ന് ഈ ഷിയ ബട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ആഫ്രിക്കൻ ഷിയ ട്രീയുടെ വെണ്ണ. ആ ഒരു ഷിയ ബട്ടർ പൊതുവെ ഈ പറഞ്ഞ പോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനായിട്ട് നല്ലതാണ്. എന്തായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ മലയാളികൾ എണ്ണ തേക്കാമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. പിന്നെ രക്ഷയില്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള സപ്ലിമെന്റ്സോ ഇതെല്ലാം ഉപയോഗിക്കുക. അതേപോലെ കുളിക്ക് അമിതമായിട്ടുള്ള ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുക. കാരണം അമിതമായിട്ടുള്ള ചൂടുവെള്ളം കുടിക്കുന്നതും അതേപോലെ കുളിക്കുന്നതും ഇതെല്ലാം തന്നെ ഡ്രൈനസ് കൂട്ടാനുള്ള കാരണമാകും. അപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ്. ഈ എണ്ണയെല്ലാം തേച്ച് കഴിഞ്ഞാലും ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. പിന്നെ ശരീരത്തിന് പലരും ചോദിക്കാറുണ്ട് നാച്ചുറലായിട്ട് എന്തുപയോഗിച്ചിട്ടാണ് നമുക്ക് ശരീരം കഴുകാൻ. ഇഞ്ചി ഉപയോഗിക്കാം. തണുപ്പ് കാലത്തെല്ലാം ഇഞ്ചി നമ്മൾ തേച്ച് ഇതിനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് കടലമാവ് ഉപയോഗിക്കാം. പയറുപൊടി, നിങ്ങൾ വല്ലാത്ത സ്കിൻ ഡ്രൈനസ് ഉള്ളവരാണെങ്കിൽ പയറുപൊടി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതല്ല എണ്ണമയമുള്ള സ്കിന്നാണ്, അതിൻ്റെ പുറത്താണ് നിങ്ങൾ എണ്ണ തേച്ചിരിക്കുന്നതെങ്കിൽ പയറുപൊടി കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സ്കിൻ കണ്ടീഷൻസ് ഉള്ളവർ, എന്തെങ്കിലും തരത്തിലുള്ള ഇച്ചിങ്, എക്സിമ, സോറിയാസിസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ കഴിയുന്ന കടലമാവ് കുറെ കൂടി മൈൽഡാണ്. പക്ഷേ എണ്ണ പോകാനും ബുദ്ധിമുട്ടാണ്. ചെറുപയർ പൊടി പോലെ പോവുകയില്ല. പക്ഷേ ഇഞ്ചയും മറ്റും തേച്ച് നമ്മൾ അതിൻ്റെ ഒപ്പം ഈ കടലമാവും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിലെ മെഴുക്ക് കളയാനായിട്ട് ഇത് വളരെ ഉപകാരപ്രദമാണ്. അതേപോലെ തന്നെ ശിരസിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം ഞാൻ പല പരിപാടികളിലും പറയാറുള്ളതാണ്, മലയാളിക്ക് എണ്ണ എന്ന് കേട്ടാൽ തലയിൽ തേക്കുന്ന എണ്ണ ആകെ ഒരൊറ്റ എണ്ണയാണ് എല്ലാവർക്കും അറിയാവുന്നത്, നീലഭൃങ്ങാതി. അപ്പോൾ നീലഭൃങ്ങാതി പലയിടങ്ങളിലും വില്ലനാകുന്ന കഥയും നമ്മൾ കാണുന്നുണ്ട്. കാരണം സൈനസൈറ്റിസ് ആണെങ്കിലും ആസ്മയാണെങ്കിലും കഴുത്തിൻ്റെ വേദനയാണെങ്കിലും എല്ലാം തലയ്ക്ക് തണുപ്പുള്ള എണ്ണകൾ തേക്കുമ്പോൾ ഇത് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കഴിയുന്നതും ഈ തലയ്ക്ക് തണുപ്പുണ്ടാക്കുന്ന എണ്ണകൾ നിങ്ങൾക്കത് പിടിക്കുന്നു എങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തലയ്ക്ക് വല്ലാത്ത തണവുണ്ടാക്കുന്ന തരത്തിലുള്ള എണ്ണകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള എണ്ണകൾ ഏതാണ് നിങ്ങളുടെ പ്രകൃതത്തിന് ഉതകുന്നത് അതിനനുസരിച്ചുള്ള എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഇതേപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിലും നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്കിന്നിൻ്റെ കാര്യത്തിന് മാത്രമല്ല, മൊത്തത്തിൽ ഈ തണുപ്പ് കാലത്ത് നമ്മൾ പറയുന്നത് പോലെ തന്നെ മലയാളിക്ക് വായിൽ കൊതിയൂർന്ന വിഭവമായ കഞ്ഞിയും അതേപോലെ തന്നെ പയറും ഇതെല്ലാം ഈ സമയത്ത് വളരെ നന്നായിട്ട് കഴിക്കാവുന്നതാണ്. നമ്മൾ നാട്ടിലെല്ലാം ആണെങ്കിൽ കർക്കിടകത്തിനിപ്പോൾ കർക്കിടക കഞ്ഞി കിറ്റുകൾ സുലഭമാണ്. അപ്പോൾ കർക്കിടക കഞ്ഞി നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഇവിടെയാണെങ്കിലും തണുപ്പ് കൂടുമ്പോൾ കുറച്ചു കാലം ഒന്ന് കഴിച്ചു നിൽക്കുന്നത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അതുപോലെ സോറിയാസിസും എക്സിമയും മറ്റുമുള്ളവർ നിങ്ങളുടെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? അതേപോലെ തന്നെ എന്തെങ്കിലും ചില നെയ്യുകളെല്ലാം ഈ ഒരു സമയത്ത് കഴിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ തണുപ്പ് സമയത്ത്, കാരണം ഈ സ്കിന്നിനെ കുറച്ചുകൂടി ഒന്ന് എണ്ണമയമുള്ളത് ആക്കാനായിട്ട്. അപ്പോൾ ചൂടുകാലത്ത് കഴിക്കുന്ന മരുന്നുകളാവില്ല ചിലപ്പോൾ തണുപ്പ് കാലത്ത് നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻസിനെ കഴിക്കേണ്ടി വരിക. അപ്പോൾ അത് ഒന്ന് ഇപ്പോൾ ഏത് ഡോക്ടറെയാണോ കാണുന്നത് ഒന്ന് കണ്ട് അവരോടൊന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളിൽ മാറ്റം ആവശ്യമില്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ചർമ്മം സുന്ദരമായി തന്നെ നിലകൊള്ളും. കുട്ടികൾക്കും ഈ ഒരു നമുക്ക് നെയ്യ് കൊടുക്കാൻ സാധിക്കും. അതെ, കുട്ടികളിലും ഈ പറഞ്ഞ പോലെ നമുക്ക് നറുനെയ്യെല്ലാം ചേർത്ത് ഉള്ള ഊണെല്ലാം കൊടുക്കാം. പക്ഷേ അതാണ് പറഞ്ഞത്, സ്കിന്നിന്റെ കണ്ടീഷൻ എന്ത് എന്ന് നോക്കിയിട്ട് വേണം. അതാണ് നമ്മൾ എപ്പോഴും പ്രകൃതവും ലക്ഷണവും നോക്കിയിട്ട് വേണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ രീതിയിൽ. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ആർക്കും നമുക്ക് നോർമലായിട്ട് നെയ്യ് കൂട്ടി അല്ലെങ്കിൽ ഇത് കൂട്ടി എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ചർമ്മത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ നിങ്ങളുടെ മരുന്നുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ ചൂടുകാലത്ത് കഴിച്ചുകൊണ്ടിരുന്ന അതേ മരുന്നുകൾ ഈ ഒരു തണുപ്പ് കാലത്തും കഴിക്കാമോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുന്നത്, ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതെ, അതേപോലെ തന്നെ ഈ ത്വക്കിന്
ഈ പറഞ്ഞ സമയത്ത് ഉള്ള ചികിത്സകൾ ഒഴിച്ചിലായിട്ടും ഇതിനു വേണ്ടിയിട്ടുള്ള എണ്ണകൾ വെച്ചിട്ടുള്ള ഒഴിച്ചിൽ നടത്തുന്നത്, അതേപോലെ തന്നെ ചില പ്രത്യേക ധാരകളെല്ലാം ഉണ്ട് സോറിയാസിസിനും ഇതിനെല്ലാം. ഇതേപോലെയുള്ള ചികിത്സകൾ ചെയ്യുന്നത് ഇതെല്ലാം ഈ ഒരു സമയത്ത് നല്ലതായിട്ടാണ് കാണുന്നത്. ഡോക്ടർ, നമുക്കിപ്പം പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ച തണുപ്പ് കാലത്തെ രോഗങ്ങളും അതിനുള്ള പരമ്പരാഗത ചികിത്സാ രീതികളുമാണ്. അതായത് ഇപ്പൊ പല ടിപ്സും ഡോക്ടർ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ചുമന്നുള്ളി ഉപയോഗിച്ച് ചെയ്യാവുന്ന ടിപ്സും കുരുമുളകും ചുമന്നുള്ളി എല്ലാം ചേർത്ത് ചെയ്യാവുന്നതും അതുപോലെ പല എണ്ണ തേച്ചുള്ള കുളിയുടെ പ്രാധാന്യത്തിനെ കുറിച്ചും ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഒരു തണുപ്പ് കാലത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും സാധിക്കും, രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പൊ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരെ വേണ്ടി ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ദിനേശ് കർത്തയാണ്. അദ്ദേഹം ഓറോ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റ് മാനേജിംഗ് ഡയറക്ടറുമാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം.